കണ്ടിട്ട് കുറച്ച് ദിവസം ആയാലടേ. നീ എന്താ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാ? ഞാൻ എല്ലാം അറിഞ്ഞതേ, അതാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്. ഞാൻ നിന്നെ വിളിച്ചിട്ട് എന്തിനു പറയാളിയാ? നിനക്ക് എന്നെക്കാൾ വിശ്വാസമായിരുന്നല്ലേ എൻ്റെ മൂത്ത പോനെ. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. ഇഷ്ടപ്പെടൂല. നീ പറയാൻ പോണെന്നാണ് എനിക്ക് നന്നായിട്ട് അറിയാം. പിള്ളേരല്ലേ ഡേ, ഒരവത്തെ പറ്റി ക്ഷമിക്ക്. നിനക്കല്ലേ ക്ഷമിക്കൂടാ. നീ ഒറ്റ ദിവസം കൊണ്ട് ഒരുമാതിരി ആയിപ്പോയില്ലടേ. നീ ഒരു കാര്യം ചെയ്, നീ വാ, ജംഗ്ഷനിലുള്ള ഒരു ചായ കടിച്ചിട്ട് അപ്പം നീ കുറച്ച് റിലാക്സ് ആവും. വാ വാടേ. ജംഗ്ഷനിൽ ഞാൻ വരാം. പക്ഷെ ഈ സാധനം വെച്ചാ. സാധനം എന്തൊരു സാധനം? മദ്യം. എന്താടാ? നീല പറയാറുണ്ട് മദ്യം അടിച്ചു കഴിഞ്ഞാൽ വിഷമൊക്കെ പോകുന്നു. ഞാൻ വായിത്തണോ വല്ലതും വിളിച്ച് പറയാന്ന് പറഞ്ഞോണ്ട് മദ്യം കഴിക്കാൻ നിൽക്കണ. നീ ചാകത്ത് പോ, വിടുന്നത് ശരിയാവില്ല. പോ, ഞാൻ പോയിട്ട്. നീ അവരെ കാണാൻ പറയണം കേട്ടാ. അവൻ്റെ കല്യാണം ഇത്ര ഭംഗി നടന്നതിന് അവൻ്റെ അച്ഛനായ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാം. ഞാൻ അവനെ കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരായിട്ട് കാണണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ നിങ്ങളെ കാണുന്നത് എൻ്റെ ആരൊക്കെ ആയിട്ടാണ്. പടവലംകാരും ശൂലംകുടിക്കാരും എൻ്റെ ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്നൊരു വലിയ മണ്ഡപത്തിൽ വെച്ച് അവൻ്റെ ഒരു കല്യാണം. ആ ദിവസം നിങ്ങളുടെ ഒരാളായിട്ട് ഞാനും ഇവിടെ കാണേണ്ടല്ലേടേ. ആ ചെറുക്കാൻ വാങ്ങിച്ചു തരുന്ന ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നിങ്ങളിൽ ഒരാളായിട്ട് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷയായി. ഇനി അങ്ങനത്തെ ദിവസം കാത്തിക്കണ്ടല്ലോ അളിയാ. ഞാൻ പോണ്ടേ? ജംഗ്ഷനിലേരും അറിഞ്ഞാടേ. ജംഗ്ഷനിലെല്ലാവരും അറിഞ്ഞ? ജംഗ്ഷനിൽ അങ്ങനെ ചർച്ച ആയിട്ടില്ല അളിയാ. ചർച്ച ആയില്ലേ? ചർച്ച ആക്കണം. നീ പറയണം എന്റെ ചെറുക്ക വൃത്തിയ യാതോ ഊരും പേരില്ലാത്ത വൃത്തി വിളിച്ചിട്ട് വന്നു. സന്തോഷിക്കാതെ സന്തോഷിക്കട്ടെ. നീ എന്താടാ പറഞ്ഞത്? നമ്മളെ കുടുംബക്കാർ നാട്ടുകാരത്ത് പറഞ്ഞ് നാട്ടിക്കാനാ? നീ കൊള്ളാല്ല. ഒന്നാമത് ചെറുക്ക ഇത് കാണിച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ടേ. ആ ചെറുക്കനെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സുരേഷ് ഏട്ടാ ചിലവൊക്കെ ഉണ്ട്. എനിക്കിലും കിച്ചുമൊക്കെ വന്നായിരുന്നു, കല്യാണത്തിന് വന്നായിരുന്നു. പിന്നെ ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നമൊന്നും അങ്ങ് ഒതുങ്ങിയിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശരി ശരി ഏട്ടാ, ഞാൻ വിളിക്കാം ഏട്ടാ. ശരി, താങ്ക് യു. മോള് നഴ്സറി പോയില്ലേ? പോയില്ലേ നഴ്സറി? ആണോ? മോള് നാളെ എന്തായാലും നഴ്സറി പോണം കേട്ടോ. ഇങ്ങോട്ട് ആര് പറഞ്ഞില്ലേ അങ്ങോട്ട് പറഞ്ഞു പോണം. മോൾക്ക് ചേട്ടനോട് വല്ല ദേഷ്യം ഉണ്ടോ? അതാണ്. പിന്നെ ചോദിക്കട്ടെ. വിഷ്ണു, പാറിന് ചേച്ചി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ മുടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അച്ചടാ പോലെ ഒരു മിനിറ്റ്. എവിടെ പോണടി? ശരിക്കും ചേച്ചി ഇഷ്ടപ്പെട്ടാടി? ഇഷ്ടപ്പെട്ടു. ആണോ? ചേച്ചി അച്ഛനെ അതൊക്കെ മോൾക്ക് വലുതാകുമ്പോ മനസ്സിലാവും കേട്ടാ. വേണ്ട, നല്ല കുട്ടിയല്ലേ, വാങ്ങിച്ചോ. എടി എടി, നീ ആവശ്യമില്ലാണ്ട് ഇപ്പൊ എന്തിനും കൊണ്ടുവന്നാലും അച്ഛനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നേ. കുഞ്ഞല്ലേ, വാങ്ങിച്ചോ. പിന്നെ കഴിക്കാം. എന്താട്ടാ മുട്ടായി ഇതായിരുന്നു? ചേച്ചി നീ മുട്ടായി അടിച്ചു കൊടുത്തേ. ആരെന്തെന്നാലും പിടിച്ച് മേടിച്ചു വെച്ചോണം കേട്ടാ. എന്താടാ എന്ത് എന്താ പ്രാന്താ? ഭ്രാന്ത് ഇവിടെ അച്ഛനാണല്ലോ. അച്ഛനാണെന്നാണല്ലോ ഇവിടെ ചിലവര് പറഞ്ഞത്. ചെറുക്ക, എന്തിനും പറയണെങ്കിൽ മുഖത്ത് നോക്കി പറയണം കേട്ടോ. എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാ കൊള്ളാം. കേശുവേ, നീ വലിയ അച്ഛൻ കളിക്കട്ടെടാ. നീ അച്ഛനൊന്നല്ല. ഒന്നും പറഞ്ഞ് എന്റെ വാ അടപ്പിക്കാൻ നോക്കണ്ട കേട്ടാ. പാറേ, നീ മുട്ട എടുത്തേ. പാറേ, മുട്ട നീ എടുത്തോ. പാറേ, നീ മുട്ട വിട്. നീ എടുത്തോടി. അച്ഛൻ വന്ന് കണ്ടാ അറിയാല്ല. കണ്ട ആ കൊച്ചിനെ പിടിച്ചേർത്ത് സംസാരിക്കാൻ നോക്കണ്. പറഞ്ഞ് കണ്ണും കൈ കാണിച്ചിട്ട് കൊച്ചിനെ വശത്തേക്കാൻ നോക്കിട്ടല്ല തോമാറും. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത്? നീ ഉണ്ടായിരിക്കും വിഷ്ണു. അവള് കുഞ്ഞല്ലേ, അവളോട് ചിലപ്പോ ഞങ്ങൾ അടുപ്പം കാണിച്ചു നോക്കി ഇരിക്കും. എങ്കി അടി വാറൂര്. വഴക്ക് വേണ്ട, നീ വാ. എനിക്ക് മുട്ടായി വേണ്ട, അച്ഛനെ അടിക്കൂ. മുട്ടായി എവിടുന്ന്? മുട്ടായി എവിടുന്നത്? ആരെവിടുന്നത്? ആര് മുട്ടായി? ചേച്ചി. ചേച്ചിയാ? എന്താടാ നിന്റെ മുട്ടായി? കൊച്ചിനെ മുട്ടായി എടുത്ത് വശക്കാൻ നോക്കണല്ലേ? മുട്ടായി കഴിച്ചൊന്നുമില്ലല്ലോ, അപ്പം മിണ്ടായി. മുട്ടായി കഴിച്ചാൽ നിങ്ങളെ കഴിപ്പിക്കും.
എന്നിട്ട് എന്റെ കൊച്ചിനെ വശത്താക്കും. എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇത് എന്തൊരു കഷ്ടം ഇത്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ. അയ്യോ, നീ എന്തിനു കണ്ടു വെച്ചേ? നിനക്ക് എന്താണെന്ന് അറിയാം. നിനക്ക് കാരണവും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ മുടി മാത്രം വളർത്തി കോന്ത്ര നീ അവന്റെ കൂടെ ഇറങ്ങി വരുമോ? വരുമോ? ഞാൻ ആരെയും കൂടെ ഇറങ്ങി വന്നതുമല്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. ആ, ഇത് ഫെമിനിസം. ആ സമ്മതിച്ച്. നിങ്ങൾക്ക് ആൺകോയ്മ കാണിക്കാമെങ്കിലേ ഞങ്ങൾക്ക് ഫെമിനിസം കാണിക്കാം. പിന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്നത് അത്ര മോശം വാക്കൊന്നുമല്ല, നല്ല വാക്കാ. നല്ല നാക്ക്. ബാലു ഒന്ന് നിർത്ത് ബാലു. മോളെ കൊച്ചെ, ഇവിടെ നിൽക്കുമ്പോ കുറച്ച് മര്യാദയൊക്കെ ആവും. എന്തിനും ഏതിനും മറുപടി പറയണമെന്ന് നിർബന്ധമുണ്ടാ? അവർക്ക് നിർബന്ധമുണ്ട്. എന്നാ അത് ഇവിടെ പറ്റില്ല കേട്ടാ. നിർത്തടാ. നിന്റെ അമ്മ വിളി ഇവിടെ നിർത്തിക്കോ. ഇനി അത് വേണ്ട, കുറെ കേട്ട് മടുത്ത് ഞാൻ. ഞാൻ ഒരു കാര്യം പറയാം. ഞാരെങ്കിലും മുട്ടായിരുന്നു വാങ്ങിച്ച് കഴിച്ചാ, പ്രത്യേകിച്ച് അവള്, ഞാൻ കൈവിട്ട് വയറത്തിട്ടു എല്ലാം കൂടെ വലിച്ചെടുക്കും. അച്ഛാ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഭയങ്കര കഷ്ടമാണ് അച്ഛൻ്റെ കാര്യം. കുറച്ച് കടുപ്പിക്കുന്നത് നല്ലതാ. ഇങ്ങോട്ടുള്ളവല്ലേ അങ്ങോട്ടും ഉള്ളൂ. അതെ, കൂടുതൽ ചേട്ടൻ ചമ്മയിരുന്നിട്ടാ കേശു. ഇറങ്ങി പോയടാ. കട്ടയ്ക്ക് കൂടെ നിന്നോണം. ഉറപ്പ്. നിന്നെ സൂക്ഷിച്ചോ, അല്ലാതെ വാങ്ങിച്ച് കഴിച്ചോളാം.